ഇതിങ്ങനെ വിൽക്കാൻ കൊണ്ടുപോകണേ കൊണ്ടുപോയി ആരെങ്കിലും കാണുമല്ലേ? ഇത് മൂടണം, എന്തെങ്കിലും വെച്ച് മൂടാവില്ലേ? പിന്നെ അല്ലാതെ അണ്ണാ അപ്പം മൂടിയിട്ട് കെട്ടാവല്ലേ? ഒന്ന് ശ്വാസം വിട്ടതില്ലേ? ഞാൻ ഇത് അഴിച്ചിടാം. താണ്ട ശാരദയ്ക്കും കൊല പഠിപ്പിക്കാൻ പറ്റിയ ആക്കാണ്. എന്തിന്റെ കിടന്ന് തപ്പുന്നത്? ആ TV കൊണ്ടുവന്നൊരു വലിയ പെട്ടി ഉണ്ടായിരുന്നു. അത് അമ്മയടുത്ത് ഇവിടെ എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ പെട്ടി കിട്ടി കേട്ടാ. അടുപ്പിലത്തേക്ക് വരവില്ലെങ്കിൽ പിന്നെ വീട്ടിലെ പെണ്ണുങ്ങൾ നിന്റെ TV പെട്ടിയല്ല പിന്നെ വരെ എടുത്ത് അടുപ്പിൽ വയ്ക്കും. ഒടുക്കം നിനക്ക് എന്റെ ചാക്ക് തന്നെ വേണം അല്ലേടേ? ഇതിന് ആന്റീനെ ഒന്നും വേണ്ടടേ. അത് ഞാൻ ഫാക്ടറിയിൽ നിന്ന് എടുത്തില്ലായിരുന്നു. അണ്ണാ ഇത് അവിടെ പോണ്. ഒരു വഴിക്ക് പോണേ നല്ല കട്ടിരിക്കട്ടെ. ചന്ദ്ര, നമ്മളെ മനോഹരൻ നിന്റെ വീട്ടിൽ TV കാണാൻ വന്നെന്നാ. അപ്പൊ നീ എന്തിനാ ചൂടായെന്നാ? അവൻ പിണങ്ങിപ്പോയെന്നൊക്കെ കേട്ടില്ലേ? സംഭവം എന്തേ? ഒന്നുമില്ല. പറയടേ. അതൊന്നുമില്ല. അടുത്ത ദേഷ്യത്തിന് ഞാൻ തരാ പറഞ്ഞു. ആ ദേഷ്യത്തിന് മനോഹരണ്ണി ഈനെയും കാട്ടിയും വലിയ TV വാങ്ങിക്കുമെന്നും പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതെന്താ ഈ നാട്ടിൽ വെല്ലുവിളിക്കാൻ ആളല്ല? ആ മനോഹരൻ പഠിച്ചോളും. അവൻ TV വാങ്ങിച്ചു വെക്കും. ഇവിടുത്തെ സകല സാരികളും TV കാണാൻ ചെല്ലും. പിന്നെ ഒരു നേരത്തെ വെള്ളം എടുത്തു കൊടുക്കണം. അവന്റെ പെണ്ണാട്ടിക്ക് പോലും സമയം കിട്ടൂല. കാര്യശേഷിയില്ലാത്ത എല്ലാവരും അനുഭവിക്കണം. താണ്ട ഇതുപോലെ കാര്യശേഷിയിൽ നിങ്ങൾ ഏതുതരം പറഞ്ഞുകൊണ്ടാണ് ആ ഗതികെട്ട നേരത്തെ എനിക്ക് നിങ്ങളെ വെല്ലുവിളിക്കാൻ തോന്നി. അന്ന് ഞാൻ പിന്നെ ഈ പറയെടുപ്പ് കോലി ചെന്ന് കയറി കഴിഞ്ഞാൽ ഉടനെ സാമശന്റെ കഥാപ്രസംഗം തുടങ്ങും. അതിന് മുമ്പ് ഇത് കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? മറുപടി പറഞ്ഞിട്ട് പോടാ. ഈ വാരം അതിനെ പൊങ്കാല നിർഭറത്തെ വിൽപ്പാട്ടെ ഒത്തിരി വേണം. 8 മണിക്ക് സാമശന്റെ കഥാപ്രസംഗം. ആയിഷ കൊല്ലങ്കാവ് ശ്രീ ഭൂതത്താൻ ആൽത്തറ മഹോത്സവത്തോടനുബന്ധിച്ച് രാധിക ചക്രവർത്തി പ്രൊഫസർ B. സാംബശിവൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഐഷ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നു. എനിക്ക് കുറച്ച് പേടിയുണ്ട്. പേടിക്കാതെ വാണ, ഞാൻ ഇല്ല കൂടാ. അപ്പൊ പിന്നെ എല്ലാം തികഞ്ഞു. ടോർച്ചാണ്